പ്രതീക്ഷ നഷ്ടപ്പെട്ട 2 വർഷം. ഗാസയിലെ സ്ത്രീകൾക്ക് ജീവിതം തിരിച്ചു കിട്ടിയേ പറ്റൂ. ഗാസ കലാപഭൂമിയായി മാറിയിട്ട് 720 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഏതൊരു കലാപഭൂമിയിലും ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ പേറുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. ഗാസയിലെ സ്ത്രീകളുടെ അവസ്ഥയും മറിച്ചല്ല. ഓരോ ബോംബ് വർഷവും ഓരോ കുടുംബത്തെയാണ് ഇല്ലാതാക്കുന്നത്. ഈ ദുരിതത്തിന്റെ കനൽ ഏറ്റവും അധികം പേറുന്നത് സ്ത്രീകളാണ്. മരിച്ചു വീഴുന്നവരിലും പരിക്കേൽക്കുന്നവരും കൂടുതലും സ്ത്രീകളാണ്. വേദനയുടെയും തോൽക്കാൻ കഴിയാത്ത അതിജീവനത്തിന്റെയും ജീവിതമാണ് ഗാസയിലെ ഓരോ സ്ത്രീകളും ജീവിച്ചു തീർക്കുന്നത്. ഓരോ ദിവസവും ശരാശരി 37 അമ്മമാർക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തകർന്ന ആശുപത്രികൾ കാരണം പ്രസവ പരിചരണവും പ്രത്യുത്പാദന ആരോഗ്യ സേവനങ്ങളും പൂർണ്ണമായും നിലച്ചു. ഗർഭിണികളായ സ്ത്രീകൾ മതിയായ വൈദ്യസഹായമോ സുരക്ഷിതമായ ഇടമോ ഇല്ലാതെ പ്രസവിക്കാൻ നിർബന്ധിതരാകുന്നു. ആർത്തവ സമയത്തെ ശുചിത്വം ഒരു വലിയ വെല്ലുവിളിയാണ്. സാനിറ്ററി ഉൽപ്പന്നങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ പലരും അശാസ്ത്രീയമായ വഴികൾ തേടുന്നു. തിങ്ങി നിറഞ്ഞ ക്യാമ്പുകളിലെ വൃത്തിഹീനമായ അന്തരീക്ഷവും സ്വകാര്യതയുടെ അഭാവവും അവരുടെ ആരോഗ്യത്തെയും അന്തസ്സിനെയും ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. കടുത്ത ദാരിദ്ര്യവും സുരക്ഷാരാഹിത്യവും വർദ്ധിക്കുന്നതിനിടെ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ലൈംഗിക ചൂഷണമാണ്. ഭക്ഷണം, വെള്ളം, സഹായം എന്നിവ വാഗ്ദാനം ചെയ്ത് ദുർബലരായ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവരും നിസ്സഹായരുമായ സ്ത്രീകൾ എളുപ്പത്തിൽ ഇരകളാകുന്നു. കടുത്ത സമ്മർദ്ദവും നിരാശയും കാരണം ഗാർഹിക പീഡനങ്ങളുടെ നിരക്കും വർദ്ധിക്കുന്നു. യുദ്ധം സാമൂഹിക ഘടന തകർക്കുന്നതിനൊപ്പം സ്ത്രീകളെ എല്ലാ തലത്തിലും കൂടുതൽ ദുർബലരാക്കുകയും ചെയ്യുന്നുണ്ട്. പുരുഷന്മാർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്നതോടെ പല കുടുംബങ്ങളിലും സ്ത്രീകൾ കുടുംബത്തിന്റെ ഏക ആശ്രയമായി മാറി. കുടിവെള്ളത്തിനായി കിലോമീറ്ററുകളോളം നടക്കേണ്ടി വരിക, പരിമിതമായ വിഭവങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുക തുടങ്ങി യുദ്ധത്തിന് മുൻപ് അവൾ ചെയ്തിരുന്നതിനേക്കാൾ ഭീകരമായ ജോലികൾ അവർ ഇപ്പോൾ ചെയ്യേണ്ടി വരുന്നു. ഈ ദുരിതങ്ങളെല്ലാം അവർക്ക് കടുത്ത മാനസികാഘാതം സൃഷ്ടിക്കുന്നുണ്ട്. മക്കളെ എങ്ങനെ സംരക്ഷിക്കുമെന്ന ഭയത്തോടൊപ്പം വീണ്ടും പലായനം ചെയ്യപ്പെടേണ്ടി വരുന്നതിന്റെ ഉത്കണ്ഠയും അവരെ കടുത്ത വിഷാദാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു. മക്കൾ കൺമുന്നിൽ കൊല്ലപ്പെടുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന നിസ്സഹായത ഉൾപ്പെടെ യുദ്ധക്കെടുതിയുടെ മാനസിക ഭാരം ഏറ്റവും വലുതായി പേറുന്നത് സ്ത്രീകളാണ്. ഗാസയിലെ സ്ത്രീകൾ കേവലം ഇരകളല്ല, അവർ അതിജീവനത്തിന്റെ കരുത്തായ പോരാളികളാണ്. ഈ ദുരന്തമുഖത്തും അവർ പരസ്പരം താങ്ങും തണലുമായി നിൽക്കുന്നുണ്ട്. പ്രതീക്ഷയുടെ തിരുനാളം അണയാതെ സൂക്ഷിക്കുന്നുണ്ട്. ഈ ദുരിതം അവസാനിക്കാൻ അടിയന്തരമായി സമാധാന ശ്രമങ്ങൾ ഉണ്ടാകണം. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കാനും ആവശ്യമായ ആരോഗ്യ ശുചിത്വ സഹായങ്ങൾ എത്തിക്കാനും ലോകം ഉടൻ ഇടപെടേണ്ടതുണ്ട്. ഗാസയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ലോകരാജ്യങ്ങൾ ഉണരണം. അവരുടെ ശബ്ദം കേൾക്കാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും ലോകം തയ്യാറായേ പറ്റൂ.